ഹായ്, നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ അതിനെ 2 ഡയമെൻഷൻ എന്ന് വിളിക്കും. അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലോട്ട് കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ മോഷൻ 1 ഡയമെൻഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിലാണ് നിങ്ങൾ സപ്പോസ് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ഒരു ആക്സിസിനെ നിങ്ങളിതിനെ ഒറിജിൻ എന്ന് വിളിക്കും. ഞാൻ 0 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ഒരു ബോഡി ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് ഇതിന് റൈറ്റ് സൈഡിലോട്ട് പോകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടും പോകാം. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് മോഷനാണ് നിങ്ങൾ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ പറയുന്നത്. ഈ ഒരു ബോഡി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളതിനെ പ്ലസ് സൈൻ കൊണ്ട് സൂചിപ്പിക്കും. ഈ ബോഡി ഇനിയിപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളതിനെ മൈനസ് കൊണ്ട് സൂചിപ്പിക്കും. അപ്പം സപ്പോസ് ഈ ബോഡിയുടെ സ്പീഡ് ഇങ്ങോട്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളതിനെ 5 മീറ്റർ/സെക്കൻഡ് കൊണ്ട് പറയും അല്ലേ. അതിൻ്റെ വെലോസിറ്റി അങ്ങോട്ടാണ് കാണിക്കുന്നതെങ്കിൽ, ഈ ബോഡി ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിലോ നിങ്ങളിപ്പം അതിനെ -5 മീറ്റർ/സെക്കൻഡ് എന്ന് പറയും. അപ്പം അങ്ങനെയാണ് നിങ്ങൾ 1 ഡയമെൻഷനകത്ത് പഠിച്ചത് അല്ലേ. അപ്പം ഇതേ സമയത്ത് നമ്മൾ ഇനി 2 ഡയമെൻഷനിലോട്ട് വരുവാണ്. 2 ഡയമെൻഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു ആക്സിസിന് പകരം 2 ആക്സിസ് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ഇതായിട്ട് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ആക്സിസുകൾ ചേർന്നിട്ടാണ് നിങ്ങളൊരു 2 ഡയമെൻഷൻ്റെ പ്ലെയിൻ വരയ്ക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് സപ്പോസ് ഇത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ അതിന് പെർപെൻഡിക്കുലറായിട്ട് വേറൊരു അതുപോലത്തെ ഒരു ആക്സിസ് വരച്ചു അല്ലേ. ഇതിനെ നിങ്ങളിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇതിനെ നിങ്ങൾ എന്ത് വിളിക്കും? എക്സ് എന്ന് വിളിക്കുന്നു, ഇതിനെ വൈ എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഒന്നിൻ്റെ ഒരു സപ്പോസ് ഈ പോയിൻറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? അവിടെ നിങ്ങളതിനെ എക്സ് എന്നും വൈ എന്നുമുള്ള 2 വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് അവിടെ ഇത് x=0 ആണ്, ഇത് x=1 അല്ലേ, ഇതാണെങ്കിൽ x=-1. ഇതാണ് 1 ഡയമെൻഷൻ പ്രത്യേകത. അവിടെ നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ് മതി നിങ്ങൾക്ക് ആ ബോഡിയുടെ പൊസിഷൻ പറയാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ കേസ് അങ്ങനെ പറ്റൂ ഇല്ല. ഇപ്പോൾ ബോഡി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കോർഡിനേറ്റ്സ് വേണം. അതാണ് 2 ഡയമെൻഷൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് എക്സും വൈയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ എക്സ്റ്റെൻറ്റീവ് ആയിട്ട് പോകണം, അതായത് ഒരു ലെവലൂടെ ഹയർ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, എന്ത് പറയും? ഒരു ആക്സിസൂടെ നമ്മൾ വരയ്ക്കും. ആ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയുടെ സ്ക്രീനാണ് ഒരു പ്ലെയിൻ, നിങ്ങളുടെ 2D പ്ലെയിൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ പോകുന്നത് ഒരു പ്ലെയിനിനെ പറ്റിയാണ്. പക്ഷേ ഞാൻ 3 ഡയമെൻഷൻ പറയുമ്പോൾ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിന് വെളിയിലോട്ടൊരു ആക്സിസ് ഇരിക്കുന്നു, അതായത് ആ സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ ഒരു ആക്സിസ് വെളിയിലോട്ടിരിക്കുകയാണെങ്കിൽ അതാണ് Z ആക്സിസ് എന്ന് പറയുന്നത്. ആ ഒരു ആക്സിസൂടെ വന്നു കഴിയുമ്പോൾ 3 ആക്സിസ് ആയി കഴിയുമ്പോൾ അത് ഒരു സ്പേസ് ആയിട്ട് മാറുന്നു. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? എക്സ് വേണം, വൈ വേണം, കൂടാതെ നമുക്ക് ഇസഡും വേണം ഒരു പോയിൻ്റ് പറയണമെന്നുണ്ടെങ്കിൽ. അതായത് ബേസിക്കലി അത് സ്പേസ് ആണ്, നമുക്ക് ചുറ്റുമുള്ള എല്ലാം 3 ഡയമെൻഷൻ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ചാപ്റ്റർ നമ്മൾ 2 ഡയമെൻഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇനി 2 ഡയമെൻഷൻ പഠിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു ബോഡിയുടെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചല്ലേ. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒരു ബോഡിക്ക് വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ആ ബോഡിയിൽ ഒരു ഇന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദാറ്റ് ബോഡി. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ നിങ്ങൾ പറയുമ്പം എന്താണ്? ഇവിടെ ഇപ്പോൾ വെലോസിറ്റി ഞങ്ങൾ പറഞ്ഞില്ലേ, 5 മീറ്റർ/സെക്കൻഡ്. ഈ ഡയറക്ഷനിൽ പോകണേ പ്ലസ് എന്ന് പറയാം, ഈ ഡയറക്ഷനിൽ പോകാം മൈനസ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ഇനി 2 ഡയമെൻഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഇസഡ് അങ്ങ് മായ്ച്ചു കളയാം, ഇസഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷനാണ്. ഈ 2 ഡയമെൻഷനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എക്സും വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു ബോഡി സപ്പോസ് ഇവിടെ ഒരു ബോഡി ഇരിക്കുകയായിരുന്നു. ആ ബോഡി അവിടെ നിന്നുകൊണ്ട്
ഈ ഒരു പൊസിഷനിലോട്ട് പോയി. ഇപ്പം എങ്ങനെ വേണമെങ്കിലും പോട്ടെ, ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തി, ആ ബോഡി ഇവിടെ എത്തി. ഇപ്പോൾ ഈ ബോഡി ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പം ഞാൻ അതിനെ x1 എന്നും y1 എന്നും വിളിച്ചു. കാര്യം ഇവിടെ ഓൾറെഡി എക്സും വൈയും ഉണ്ട്. ഇവിടെ x1ഉം y1ഉം ആയിക്കോട്ടെ, വേറൊരു പൊസിഷൻ. ആ ഒരു കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ഇവിടെ ആ ബോഡിയുടെ വെലോസിറ്റി ഒരു പ്രത്യേക ഡയറക്ഷനാണ്. ഇപ്പോൾ ഇവിടെ ആ ബോഡിയുടെ വെലോസിറ്റി സപ്പോസ് ഇങ്ങോട്ടായിരുന്നു, ഇവിടെ എത്തിയപ്പോഴത്തെ ബോഡിയുടെ വെലോസിറ്റി താഴോട്ടാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ വൺ ആക്സിസ്, അത് വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ആക്സിസ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾ പ്ലസും മൈനസും ഉപയോഗിച്ച് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റി അല്ലേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റി, മുന്നോട്ടോ പുറകോട്ടോ എന്ന് പറയാൻ പറ്റി. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് പോകാൻ പറ്റും, മുകളിലോട്ട് പോകാൻ പറ്റും, ഈ ഡയറക്ഷൻ പോകാൻ പറ്റും, ഈ ഡയറക്ഷൻ പോകാൻ പറ്റും. സപ്പോസ് ഈ ഡയറക്ഷനെ പ്ലസ് എന്നും ഈ ഡയറക്ഷനെ മൈനസ് നിങ്ങൾ വിളിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഡയറക്ഷനെ വിളിക്കാൻ പറ്റുക? ഈ ഡയറക്ഷനെ എന്ത് വിളിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് പ്ലസും മൈനസും ഉപയോഗിച്ച് മാത്രം ഡയറക്ഷൻ പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഡയറക്ഷന് വേറൊരു സൈൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലേ. അവിടെയാണ് നമുക്ക് വെക്റ്റേഴ്സിൻ്റെ യൂസ് വരുന്നത്. വെക്റ്റർ എന്ന് പറയുന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ, അതായത് ഒരു മാത്തമാറ്റിക്കൽ ഒരു റെപ്രസെൻറ്റേഷൻ. അതിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹെഡ് ഉണ്ട്, അതിനൊരു ബോഡി ഉണ്ട്. അതിൻ്റെ ഹെഡിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ് ആ ഹെഡ് സൂചിപ്പിക്കുന്നത്. ബോഡി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് സൂചിപ്പിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ബോഡി, എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടൊരു ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. ആ ബോഡി ഓഫ് മോഷൻ, ആ ആൾ ഈ ഒരു ഡയറക്ഷനിൽ 5 മീറ്റർ/സെക്കൻഡ് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വെറുതെ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ മതി. 2 ഡയമെൻഷനിൽ ഈ ഒരു 2D പ്ലെയിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അയാൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, അയാളുടെ സ്പീഡ് 5 മീറ്റർ/സെക്കൻഡ് ആണ്. ഇതേ ആൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തെടുക്കും? നമുക്ക് ജസ്റ്റ് ഈ ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിനെ -5 മീറ്റർ/സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ടും വരച്ച് കാണിക്കാൻ പറ്റും. അതാണ് വെക്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾ ചോദിക്കും വെറുതെ വരച്ച് കാണിച്ചാൽ പറയാം. ഇതിനെ ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റും. ഇനി ഇതിനൊക്കെ ഒരു ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പിന്നീട് വരുമ്പോൾ പറയും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന വെക്റ്ററും ഇങ്ങനെ ഇരിക്കുന്ന വെക്റ്ററിനും ഒരു മാത്തമാറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട്, അതായത് ഒരു ഇക്വേഷനിലൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലസ്സും മൈനസും ഇടുന്നതിന് പകരം വെക്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് എളുപ്പമായി. ഡയറക്ഷൻസ് എല്ലാം വെക്റ്റർ സൂചിപ്പിക്കും ഏതാണ് ഡയറക്ഷൻ ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു വെക്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ വെക്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എന്തൊക്കെയായിട്ടാണ് തിരിക്കാൻ പറ്റുക? നിങ്ങൾ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കെലാർസ് എന്നും വെക്റ്റേഴ്സ് എന്നും അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സ്കെലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതെന്ന് പറയുന്നത് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്കെലാർ എന്ന് വിളിക്കുന്നത്. മറിച്ച് മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കും. ഈ വെക്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ പോകുന്നത്. സ്കെലാറിൻ്റെ ഒരു എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം സപ്പോസ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി അല്ലേ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങളുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ. അത് നിങ്ങൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് എന്ന് പറഞ്ഞിട്ടാണോ പറയുന്നത്? അല്ല, ജസ്റ്റ് 37 ഡിഗ്രി സെൽഷ്യസ് അത്രേ പറയത്തുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുക, നിങ്ങൾ എത്ര സ്പീഡിലാണ് ഇന്ന് നിങ്ങളുടെ സപ്പോസ് ബൈക്കിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ വെലോസിറ്റി എന്താണെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് സാർ ഞാനിന്ന് ഒരു 30 km/h ഞാൻ കറ്റാണം ടു കായംകുളം ഡയറക്ഷനിലാണ് പോയത് ഉണ്ടോ. അപ്പോൾ അതായത് കറ്റാണം ടു കായംകുളം എന്ന് പറയുമ്പോഴത്തേക്കും സപ്പോസ് വെസ്റ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ 30 km/h ടുവേഡ്സ് വെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ പറയുന്നത്. അപ്പം അവിടെ വെലോസിറ്റി ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷനും കൂടെ ചേർത്തിട്ടേ വെലോസിറ്റി പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ മറിച്ച് വെലോസിറ്റി അതായത് ഡയറക്ഷൻ പറയുന്നില്ല എങ്കിൽ, വെസ്റ്റ് പറയുന്നില്ലെങ്കിൽ അത് ജസ്റ്റ് സ്പീഡ് മാത്രമാകും. സ്പീഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കെലാറാണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ വരത്തില്ല. അതാണ്
സ്കെലാറും വെക്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഈ വെക്റ്റേഴ്സിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. An institution for innovative teaching, medical and engineering entrance coaching, CPTCA entrance, crash course, private tuitions, brain development program for children from 3 to 14 years. Integral, Galaxy Building, Kattanam. 94475 94471 വെക്റ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ പഠിക്കുന്നതിനുമായിട്ട് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ മേ ബി മോഷൻ ഇൻ 1 ഡയമെൻഷൻ്റെ അകത്ത് നിങ്ങൾ പരിചയപ്പെട്ട ഒരു വെക്റ്റർ ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ 2 വെക്റ്റേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകുന്നൊരു 2 വെക്റ്റേഴ്സാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമ്മളൊരു ഫിഗറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് സപ്പോസ് ആ വെക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ കേട്ടിട്ടുണ്ടാവും അല്ലേ? പൊസിഷൻ വെക്റ്റർ കേട്ടിട്ടുണ്ടാവും. കൂടാതെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ആൻഡ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഞാൻ ഇതൊരു ഫിഗറിലൂടെ കാണിച്ചു തരുമ്പോഴത്തേക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും നിങ്ങൾക്ക്. കാര്യം ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസ്. ഇതിലുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടേ നമുക്ക് അടുത്തതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതിനുവേണ്ടി ആദ്യമായിട്ടൊരു റെക്റ്റാങ്കിൾ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുകയാണ്. ഇവിടെ ഇപ്പം പ്രോപ്പർ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്നും വന്നിട്ടില്ല, എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പം എക്സ് ആണ്, എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ബോഡി, ആ ബോഡി ഏകദേശം തന്നെ ഇവിടെയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആ ബോഡിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പി എന്ന പോയിൻ്റ് കൊണ്ട് മാർക്ക് ചെയ്തു. ബോഡി നിൽക്കുന്ന പൊസിഷൻ പി. അപ്പോൾ ആ പോയിന്റിൽ ആ ബോഡി അവിടെ ഇരിക്കുകയാണല്ലോ, അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒറിജിനിൽ നിന്നും നിങ്ങളിപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആദ്യം വരയ്ക്കുക, വരച്ചതിന് ശേഷം ഒറിജിൻ എടുക്കുക. ഇതാണ് നിങ്ങളുടെ ഒറിജിൻ അല്ലേ? 0 0 ഇതാണ് നിങ്ങളുടെ ഒറിജിൻ. ആ പോയിന്റിൽ നിന്നും അങ്ങോട്ടൊരു വെക്ടർ വരയ്ക്കുക. വെക്ടർ വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ആരോ ഹെഡ് കാണും, അതിനൊരു ഡയറക്ഷൻ കാണും, പിന്നെ ഒരു ബോഡിയും കാണും. ഈ ബോഡി എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബോഡി റെപ്രസെൻറ്റ്സ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ. ഓക്കെ, ഞാൻ അതിനൊരു വേറെ സിമ്പിൾ എക്സാമ്പിൾ അതിനിടയ്ക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സപ്പോസ് ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ആരോ, എങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്തിന് ഡബിൾ ലെങ്തിൽ വേണം 10 മീറ്റർ പെർ സെക്കൻഡ് വരയ്ക്കാൻ. അതാണ് ഈ ലെങ്ത് റെപ്രസെൻറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ എന്ന് പറയാൻ കാരണം. 5ൻ്റെ ഡബിൾ വരയ്ക്കുമ്പോഴേ നമുക്ക് 10ൻ്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും ഒരേപോലെ വരച്ച് വെച്ചാൽ നമുക്ക് 5ഉം 10ഉം തമ്മിൽ അറിയാൻ പറ്റത്തില്ല. അപ്പം വെക്റ്റേഴ്സിൻ്റെ അകത്ത് അതിൻ്റേതായ മീനിങ്സ് ഉണ്ട് കേട്ടോ. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നോക്ക്, സെയിം ആണ്. കാര്യം ഇതിപ്പോൾ ഞാൻ സപ്പോസ് ഈ ഒരു ഡയറക്ഷൻ ഇതിപ്പം ഈസ്റ്റ് ആണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വെക്ടറും പോകുന്ന ഈസ്റ്റിലോട്ടാണ്, ഈ ഒരു വെക്ടറും പോകുന്ന ഈസ്റ്റിലോട്ടാണ്. സോ ദേ ഹാവ് ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ പറഞ്ഞതിലോട്ട് വരാൻ തിരിച്ച് പറഞ്ഞെന്തായിരുന്നു? ഈ ഒരു പോയിൻ്റ് പി ആണ്, അതിൻ്റെ പൊസിഷൻ വെക്ടർ ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി ആ ബോഡി അവിടുന്ന് വേറെ ഒരു പോയിൻ്റായ ക്യൂവിലേക്ക് ആ ബോഡി പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്ത പാത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഒരു കേളിയായിട്ട് ഭയങ്കര കേർവിഡായിട്ടൊക്കെ ഒരു പാത്തിലൂടെ പോയത്. എത്തിച്ചേർന്ന പൊസിഷൻ ഏതാണ്? ഇത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് അതിൻ്റെ ഫൈനൽ പൊസിഷൻ. ഈ ഫൈനൽ പൊസിഷൻ്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇത് വരച്ച പോലെ തന്നെ വളരെ സിമ്പിളാണ്. നേരിട്ട് അങ്ങോട്ട് വെക്ടറായിട്ട് അങ്ങ് വരയ്ക്കുക. ഇതാണ് ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ, ഞാൻ ഈ പോയിൻറ്റിനെ ഒ എന്ന് വിളിക്കുകയാണെങ്കിൽ OQ ആണ് ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ. ആ ഡിഫറൻസ് ഇപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എങ്ങനെയാണ് ഇതിൽ നിന്ന് പറയുന്നത്?
സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് നിങ്ങൾ പഠിച്ച ഡെഫിനിഷൻ? ആസ് പെർ ദ ഡെഫിനിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പോയിൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറ. ആദ്യം അതിരുന്നത് പിയിലാണ്, ഇത് ഇപ്പോൾ ക്യൂവിലാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അത് തമ്മിലുള്ള. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ ലൈൻ വരയ്ക്കുക, അതിനൊരു ആരോ ഹെഡ് കൊടുക്കുക, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആരോ കൊടുക്കുക. ഓക്കെ, അതാണ് എന്ത്? പി ക്യു ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഓക്കെ, മനസ്സിലായോ? ഞാൻ വേറൊരു കളറിലത് കൊടുക്കാം. ഒന്നുകൂടെ ഞാൻ വരയ്ക്കുകയാണ്. പിയിൽ നിന്നും ക്യൂവിലേക്ക് ഞാനൊരു വെക്റ്റർ വരച്ചു. ഓക്കെ, അപ്പോൾ പി ക്യു ആണ് ഇവിടുത്തെ എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഞാൻ ഡി വി എന്ന് എഴുതിയേക്കാണ് ഷോർട്ട് ഫോമായിട്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒരു വെക്റ്റർ എഴുതുമ്പോൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു വെക്റ്റർ എഴുതുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ ഇവിടെ സപ്പോസ് പി ക്യു എന്ന് പറഞ്ഞില്ലേ, പി ക്യു എന്ന് എഴുതുമ്പോഴത്തേക്കും വെക്റ്റർ എഴുതുമ്പോൾ ഓൾവേസ് നിങ്ങൾ അതിന് മുകളിൽ ഒരു ആരോ കൊടുക്കുക. അതായത് ഇതാണ് ഒരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പൽ. ഇപ്പോൾ സപ്പോസ് വെക്റ്റർ എ എന്ന് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എ എഴുതിയതിന് ശേഷം ടോപ്പിൽ ഇങ്ങനെ ഒരു ആരോ കൊടുക്കുക. ഇതാണ് ഒരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൈൻ. കൂടാതെ ഈ വെക്റ്ററിനെ സംബന്ധിച്ചോളം നമ്മളതിൻ്റെ അതായത് ഞാനിപ്പം വെക്റ്ററിനെ സംബന്ധിച്ചോളം നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളാണ്, നിങ്ങൾ അതിൻ്റെ മോഡുലസ് എടുത്താൽ മതി. ഓക്കെ, അതായത് സപ്പോസ് ഇപ്പോൾ ഒരു വെക്റ്ററിൻ്റെ വെലോസിറ്റി, ഇപ്പോൾ സപ്പോസ് ഒരു വെലോസിറ്റി വെക്റ്റർ നിങ്ങളെ തന്നിട്ടുണ്ട്. അതിൻ്റെ വെലോസിറ്റിയുടെ വാല്യൂ 5 m/s എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അതിൻ്റെ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ മോഡുലസ് ഓഫ് ഈ വാല്യൂ എടുക്കുക. മോഡുലസ് എടുത്ത് കഴിയുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. 5 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മോഷൻ ഇൻ 1 ഡയമെൻഷൻ്റെ അകത്ത് ഡിസ്റ്റൻസ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് പകരം വേറൊരു പേര് പറഞ്ഞാണ് പാത്ത് ലെങ്ത്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ഇത് രണ്ട് സെയിം തന്നെയാണ്. അത് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മോഷൻ ഇൻ 1 ഡയമെൻഷൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഉള്ളൊരു പോയിൻ്റ് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതായത് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ഓർ ദ ഡിസ്റ്റൻസ് ടേക്കൺ. അതായത് ഇത് ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇതുണ്ട് ഈ കാണുന്ന ഈ കർവ് അല്ലേ, അതിനേക്കാട്ടിലും എപ്പോഴും ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിനോട് മാക്സിമം ഈക്വലായിട്ട് വരും എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അത് ഇവിടെയും നിങ്ങൾ ഓർത്തിരിക്കുക. 2 ഡയമെൻഷനിൽ അത് വാലിഡാണ്. ഇനി നമുക്ക് വേറെ വെക്റ്ററിൻ്റെ ചില പ്രോപ്പർട്ടീസ് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വെക്റ്ററിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വാളിറ്റി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വെക്റ്റർ വരയ്ക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇക്വാളിറ്റി ഓഫ് എ വെക്റ്റർ, ഇക്വാളിറ്റി ഓഫ് 2 വെക്റ്റേഴ്സ്. അതെങ്ങനെയാണ് പറയുന്നത്? ഇതിപ്പം എൻ്റെ കയ്യിൽ വെക്റ്റർ എ ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ വേറൊരു വെക്റ്റർ ഉണ്ട്.
വെക്റ്റർ ബി ഉണ്ട്. സോ ഹൗ ഡു യു സേ ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ആർ ഈക്വൽ? എങ്ങനെയാണ് എയും ബിയും ഈക്വൽ ആണെന്ന് പറയുന്നത്? അതിന് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. എയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ബിയുടെ ഡയറക്ഷനും അങ്ങോട്ടാണ്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ സെയിമായി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. അതായത് ഈ ലെങ്ത് ഓഫ് ദ വെക്റ്റർ, ഈ ഒരു ഇതിൻ്റെ ബോഡിയുടെ ലെങ്ത്, അത് രണ്ടും സെയിം ആണെന്ന് നോക്കുക. അത് രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റും. അതിന് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും, പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഈ വെക്ടറിനെ ഞാൻ വരച്ചേക്കുന്ന ഈ ഒരു പ്ലെയിനിലല്ലേ വേണ്ടത്? ഈ ഒരു എഴുതുന്ന ബോർഡ്, സപ്പോസ് നിങ്ങളുടെ ഈ ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ അകത്താണ് ഈ രണ്ട് വെക്റ്റേഴ്സിനെ ഞാൻ വരച്ചേക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു പ്ലെയിൻ്റെ അകത്ത്, അതായത് ഈ ഒരു പ്ലെയിൻ്റെ അകത്ത് എനിക്ക് ഈ വെക്റ്റേഴ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് എനിക്ക് ഈ വെക്ടറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബി വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഈ വെക്ടർ ഇതുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ ലെങ്തും ചേഞ്ച് ചെയ്യുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതേപോലെ ഈ വെക്ടറിനെ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ബാക്കിലോട്ട്. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരിക്കലും ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പുറകോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, അപ്പോൾ ഞാൻ ഇതിൻ്റെ വെക്ടർ ബിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തോ? ഇല്ല. ഇറ്റ് ഈസ് സ്റ്റിൽ പോയിൻറ്റിങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ അല്ലേ? എ നേരത്തെ നോക്കി അതേ ഡയറക്ഷനിലായിരുന്നു ബി ഇരുന്നത്, ഇപ്പോഴും ബി അതേ ഡയറക്ഷനിലായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട് ഈ വെക്റ്റേഴ്സിനെ, എനിക്ക് ഒരേ പ്ലെയിനിൽ കൂടെ. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ താഴെ മുകളിലോട്ട് ഞാൻ വരച്ചു, അപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല ലെന്ത് സെയിം ആണോ ഡയറക്ഷൻ സെയിം ആണോ എന്നുള്ളത്. ഇതേപോലെ എനിക്ക് ഇതിന് മുകളിൽ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ എയുടെ മുകളിൽ കൊണ്ട് വെക്കാം. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കേണ്ടത് ടെയിൽ ടു ടെയിൽ നിങ്ങൾ കറക്റ്റായിട്ട് യോജിപ്പിക്കണം. യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എയുടെ മുകളിൽ തന്നെ ബി പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ അത് ഈക്വലാണെന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ വേറൊരു വെക്ടർ ഞാൻ വരച്ച് കാണിക്കാം. സി, ഈ വെക്ടർ എയോടോ ബിയോടോ ഈക്വൽ ആണോ? തുടക്കം തന്നെ പറയാൻ പറ്റും ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണല്ലേ, ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ മാത്രം അങ്ങോട്ടാണ്. അപ്പം ഡയറക്ഷൻ തന്നെ ചേഞ്ച് ആയി. പിന്നെ ഒരു കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പം നമുക്ക് പറയാൻ പറ്റും അത് ഈക്വൽ അല്ലെന്ന്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിൻ്റെ ടെയിലിൽ കൊണ്ട് വയ്ക്കാം. അതായത് രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ഈക്വൽ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും ഒരു വെക്ടറിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റേ വെക്ടറിൻ്റെ ടെയിലിൽ കൊണ്ട് വെച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ ഈ വെക്ടറിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എയുടെ ടെയിലോട്ട് കൊണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും ഞാൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല അല്ലേ? ഞാനിപ്പം ഇതേ ഡയറക്ഷൻ തന്നെയാണ് ഇവിടെ കീപ്പ് ചെയ്തേക്കുന്നത്, ലെങ്തും സെയിം ആയിട്ട് തന്നെ വരച്ചു അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ ആംഗിൾ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് തമ്മിൽ എന്തോ ഒരു ഡയറക്ഷനിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി അങ്ങനെ എൻ്റെ ഒരു ചോദ്യം, അപ്പം ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ശരിയല്ലേ? അതായത് ഈ ആംഗിൾ 0 ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ വെക്ടർ ഇതിന് മുകളിൽ തന്നെ ഇരിക്കത്തില്ലേ? അപ്പോൾ അവർ തമ്മിൽ ആംഗിൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ കയ്യിൽ വെക്ടർ ഇതൊരു വെക്ടർ ഡി ആണ്, ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ഡി ആൻഡ് വെക്ടർ മൈനസ് ഡി? അപ്പോൾ വെക്ടർ ഡി ഇതാണെങ്കിൽ വെക്ടർ മൈനസ് ഡി എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? സിമ്പിളാണ്. നിങ്ങൾ ഇതേ ലെങ്തിലുള്ളൊരു വെക്ടർ മൈനസ് ഡയറക്ഷനെ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ വരച്ചാൽ മതി അല്ലേ? ഉണ്ടോ? അപ്പം ഞാൻ ഇത് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിലും ഒരുമിച്ച് വരയ്ക്കണം ഞാൻ. അപ്പം ഞാൻ ഒരുമിച്ച് കൊണ്ടുപോയെന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഡയറക്ഷൻ പോലും സെയിം ആണ് അല്ലേ? ഇതാണ് ഇത് തമ്മിലുള്ള ടെയിൽ തമ്മിൽ മോചിക്കുന്നത്. നോക്ക്, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഓർമ്മയുണ്ടോ? ഇതൊരു സെമി സർക്കിളിൻ്റെ പകുതി പോലെ അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും? ഇത് 180 ആണെന്ന് പറയത്തില്ല. അല്ലെങ്കിൽ ഒരു ലൈനിന് അക്രോസ് ആയിട്ടുള്ള ആംഗിൾ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനൊരു ലൈൻ ഉണ്ട്, ഇങ്ങോട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, അപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് ഈസ് 180. ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം
ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ റിപ്പീറ്റ് കേട്ടതിന് ശേഷം നിങ്ങൾ നോട്ട് ഡിറ്റക്റ്റ് ചെയ്യുക. അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്റ്റർ ഈസ് 180. പിന്നെ അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ് ബൈ റിയൽ നമ്പേഴ്സ്. അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്, കുറച്ച് താഴോട്ട് വരയ്ക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ് ബൈ റിയൽ നമ്പേഴ്സ്. അതായത് ഇപ്പം ലാംഡ എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പറാണ്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം, എന്ത് വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചു. അതിൽ 1, 2, 3.5 -1/2 ഇതെല്ലാം റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഈ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷനെ അത് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്ഷനെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന റിയൽ നമ്പറിൻ്റെ സൈൻ നോക്കണം. ഇപ്പോൾ മൈനസ് ആണെങ്കിൽ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും. മറിച്ച് അത് പോസിറ്റീവ് ആണ് നമ്മുടെ റിയൽ നമ്പറെങ്കിൽ വെക്റ്ററിൻ്റെ ഡയറക്ഷനെ അത് ബാധിക്കത്തില്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എ എന്ന് പറഞ്ഞൊരു വെക്റ്ററുണ്ട്. ആ വെക്റ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഇരുന്ന വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഡബിൾ ആവും. ഡയറക്ഷൻ ചേഞ്ച് ആകത്തില്ല. ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയതാണ്, ഡയറക്ഷൻ ചേഞ്ച് ആകത്തില്ല. ഇത് എ ആണെങ്കിൽ ഇത് 2a. ഇപ്പോഴും ആരോ ഇടാം മുകളിൽ വെക്റ്ററിൻ്റെ സൈൻ ഇടാൻ മറക്കരുത്. ഇനി ഞാനൊരു -0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എൻ്റെ ഇതേ സെയിം വെക്റ്ററിനെ. അപ്പം എന്ത് സംഭവിക്കും? -0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണല്ലേ. അപ്പം ഞാൻ എൻ്റെ വെക്റ്ററിൻ്റെ പകുതിയായി, ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് പകുതിയായി, കൂടാതെ സൈനും മാറി. അപ്പോൾ എൻ്റെ വെക്റ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു ലെങ്തിൻ്റെ പകുതിയേ വരത്തുള്ളൂ. അതാണ് -0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇതാണ് എന്ത്, ഒരു വെക്റ്ററിനെ നമ്മൾ ഒരു റിയൽ നമ്പറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഫിസിക്കൽ വേൾഡിൽ, നമ്മൾ എന്തും മാത്തമാറ്റിക്കലായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ അതിനൊരു ഫിസിക്കൽ വേൾഡിൽ ഒരു സെൻസ് കാണും. ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ വെക്റ്റർ എ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾ അതിനെ വെലോസിറ്റി ആയിട്ട് വിചാരിക്കും. വെലോസിറ്റി ആണല്ലോ നിങ്ങളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൊരു കോമൺ ആയിട്ടൊരു വെക്റ്റർ അല്ലേ. അതിനെ നിങ്ങളൊരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇവിടെ ഞാൻ പറയുന്നത് സ്കെലാർ കൊണ്ട് വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഒരു സ്കെലാർ പറ. സ്കെലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെലാർ ഇസ് ഓൾസോ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഡയറക്ഷൻ ബട്ട് ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഇപ്പോൾ ടൈമിന് ഡയറക്ഷൻ ഉണ്ടോ? 10 മണി തെക്കോട്ട് എന്ന് ആരും പറയാറില്ല, 10 മണി വടക്കോട്ട് എന്ന് ആരും പറയാറില്ല. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണി അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ടൈം ഡസൻറ്റ് ഹാവ് എനി ഡയറക്ഷൻ. സോ അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ഈ പറയുന്ന 0.5 0.5 എന്നോ, അല്ലെങ്കിൽ മൈനസ് പറയത്തില്ല, ടൈം മൈനസ് പറയത്തില്ല. 0.5, 1 സെക്കൻഡ്, 2 സെക്കൻഡ്സ്. അപ്പം അവിടെ നിങ്ങൾ എന്താണ് ബേസിക്കലി വെലോസിറ്റി ചെയ്യുന്നത്? വെലോസിറ്റി നിങ്ങൾ സ്കെലാർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊരു റിയൽ നമ്പർ കൊണ്ടാണ് നിങ്ങളുടെ വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ കിട്ടുന്നത്? യു ആർ ഗെറ്റിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ എ വെക്റ്റർ അല്ലേ. നിങ്ങളിപ്പോൾ സ്കെലാർ കൊണ്ട് ഒരു വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നതും ഒരു വെക്റ്റർ തന്നെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതാണ് ഫിസിക്കൽ വേൾഡിലുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞത് വെക്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ വെക്റ്റർ പ്രോപ്പർട്ടി പഠിക്കുമ്പോഴും അത് റിയലായിട്ട് സെൻസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു വെക്റ്റർ എന്ന് പറയുമ്പോഴേ മനസ്സിലൊരു വെലോസിറ്റിയോ ഡിസ്പ്ലേസ്മെൻറ്റോ മനസ്സിൽ വരണം. അതിനെ ഒരു സ്കെലാറോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വെലോസിറ്റിയെ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈ ബൈ ദ ടൈം. അങ്ങനെ ഫിസിക്കലായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഫിസിക്സിലെ പല ഇക്വേഷൻസും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു രീതിയിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നമുക്കിനി വെക്റ്റേഴ്സിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നോടൊപ്പം വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തുടങ്ങാം. കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, ബൈ.